നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ആ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. തേക്കിൻകാട് മൈതാനം ഉൾപ്പെടെയുള്ള 24 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ആ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ ശ്രീനിവാസനെ യാത്രയാക്കാനെത്തിയിരുന്നു. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന സംസ്കാര ചടങ്ങിൽ മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി രണ്ടാമത്തെ മകൻ ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു. സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി പി പ്രസാദ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ ശ്രീനിവാസനെ യാത്രയാക്കാനെത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ സംവിധായകൻ സത്യൻ അന്തിക്കാട് എല്ലാവർക്കും നന്മ നേരുന്നു എന്ന കുറിപ്പും ഒരു പേനയും ചിതയിൽ വച്ചു. ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിച്ചേർന്നത്. 46 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത്. മലയാളിയുടെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഇതുപോലെ സിനിമയിൽ പകർത്തിയ തിരക്കഥാകൃത്തും സംവിധായകനും നടനും വേറെ ഉണ്ടാവില്ല. നർമ്മത്തിന്റെ മേമ്പടിയോടെ ശ്രീനിവാസൻ തന്റെ സിനിമകളിൽ എത്തിച്ചത് മലയാളിയുടെ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും കാലിക പ്രസക്തമാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നില്ല ശ്രീനിയുടെ സിനിമകൾ. എല്ലാ കാലത്തും ചർച്ചയാകുന്നതാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആക്ഷേപഹാസ്യങ്ങളിലൂടെ മലയാളികളുടെ മനസ്സു കീഴടക്കിയ ശ്രീനിവാസൻ സിനിമയെ ജീവിതത്തോട് ചേർത്ത് വായിക്കാൻ പഠിപ്പിച്ച കലാകാരൻ കൂടിയാണ്. ആ അതുല്യ പ്രതിഭയ്ക്ക് മീഡിയ ടൈമിന്റെ വിട. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. തുടർന്ന് ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റിടങ്ങളിൽ അതത് വരണാധികാരികൾക്കായിരുന്നു ചുമതല. ആദ്യ ഭരണസമിതി യോഗവും തുടർന്ന് നടന്നു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇതിനാലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി PM ബാലകൃഷ്ണൻ മുതിർന്ന അംഗം E കേശവൻകുട്ടിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് E കേശവൻകുട്ടി മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഭരണാധികാരി മാള AEO സുരേഷ് KK, മുതിർന്ന അംഗം VB ജയരാജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജയരാജ് മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വെള്ളാങ്ങല്ലൂരിൽ വരണാധികാരിയായ എംപ്ലോയ്മെന്റ് ഓഫീസർ KS സനോജ് മുതിർന്ന അംഗം ഷംസു വെളുത്തേരിക്ക് സത്യവാചകം ചൊല്ലി നൽകി. തുടർന്ന് ഓരോ അംഗങ്ങളും ഷംസു വെളുത്തേരിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. മീഡിയ ടൈം, മാള. അങ്കമാലി നഗരസഭയിൽ ഇനിയും മനസ്സു തുറക്കാതെ സ്വതന്ത്രർ. ഇതോടെ മുന്നണികൾ ആകാംക്ഷയിലാണ്. കേവല ഭൂരിപക്ഷമായ 16 പേരെ തികയ്ക്കാൻ LDF-ന് 3-ഉം UDF-ന് 4-ഉം പേരുടെ പിന്തുണ വേണം. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സ്വതന്ത്രയായി മത്സരിച്ചു ജയിച്ച വനിതാ അംഗം ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിടിമുറുക്കിയേക്കുമെന്നാണ് സൂചന.
അങ്കമാലി നഗരസഭയിൽ ഭരണമുറപ്പിക്കാൻ സ്വതന്ത്രരുടെ നിലപാട് കാത്ത് മുന്നണികൾ. ഇരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ 4 സ്വതന്ത്രരുടെ പിന്തുണ തേടുന്നതിനായുള്ള ചരടുവലികളിലാണ് പാർട്ടിയും നേതൃത്വവും. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സ്വതന്ത്രയായി മത്സരിച്ചു ജയിച്ച ലക്സി ജോയി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിടിമുറുക്കിയേക്കുമെന്നാണ് സൂചന. ഇത് 2ാം തവണയാണ് ലക്സി സ്വതന്ത്രയായി മത്സരിച്ചു ജയിക്കുന്നത്. 5 തവണ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ച വിൽസൺ മുണ്ടാടനും താക്കോൽ സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 31 അംഗ ഭരണസമിതിയിൽ LDFന് 13ഉം UDFന് 12ഉം NDAക്ക് 2 പേരുമാണുള്ളത്. ലക്സി ജോയി, വിൽസൺ മുണ്ടാടൻ എന്നിവർക്ക് പിന്നാലെ വർഗീസ് വെബ്ലിയത്ത്, ബിനി കൃഷ്ണൻകുട്ടി എന്നിവരാണ് സ്വതന്ത്രരായി ജയിച്ചവർ. കേവല ഭൂരിപക്ഷമായ 16 പേരെ തികയ്ക്കാൻ LDFന് 3ഉം UDFന് 4ഉം പേരുടെ പിന്തുണ വേണം. ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം മാത്രമേ തീരുമാനം വെളിപ്പെടുത്തൂ എന്നാണ് സ്വതന്ത്രരുടെ നിലപാട്. മീഡിയ ടൈം, അങ്കമാലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാളയിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായതായി സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്. മാളയിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. VR സുനിൽകുമാർ MLA സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സഹാക്കളും വിപ്ലവ അഭിവാദനങ്ങൾ ഈ വേദിയിൽ നേരിടുന്നു. വലിയൊരു പോരാട്ടമാണ് ഞങ്ങൾ നയിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനം നയിച്ചത് കേരളമൊട്ടുക്കും വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ട് ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഈ കൊച്ചു കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാൻ, മതേതരത്വത്തെ ഇല്ലാതാക്കാൻ, ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ജനപ്രതിനിധികൾക്ക് പുറമെ വിവിധ ഘടകകക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്നു. തേക്കിൻകാട് മൈതാനം ഉൾപ്പെടെയുള്ള 24 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക. പന്തലുകളുടെ നിർമ്മാണം ജനുവരി 10-നകം പൂർത്തിയാകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, MLAമാരായ P ബാലചന്ദ്രൻ, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ K വാസുകി, ET ടൈസൺ MLA എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ വിവിധ സബ് കമ്മിറ്റികളുടെ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റികളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ജനുവരി മാസം 14 മുതൽ 18 വരെയാണ് നടക്കുന്നത്. 249 മത്സര ഇനങ്ങളാണ് ഉള്ളത്. ബാൻഡ് മേളം അടക്കം 14,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത്. 25 വേദികളിലായിട്ടാണ് നടക്കുന്നത്. 400-ഓളം ജഡ്ജസാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ തൃശ്ശൂർ മേള പൂർണ്ണമായി പരാതിരഹിത മേളയാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് സമ്മാനം കിട്ടാത്തവർക്ക് പരാതി ഉണ്ടാവും, അത് നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അവർ സംസ്ഥാന സർക്കാരിൻ്റെ, പോലീസിൻ്റെ, വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മീഡിയ ടൈം, തൃശൂർ. രാത്രിയിൽ വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെന്ന പരാതിയിൽ KSRTC കണ്ടക്ടറെ സർവീസിൽ നിന്ന് പുറത്താക്കി. വെള്ളിയാഴ്ച രാത്രിയിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിലെ കണ്ടക്ടർക്കെതിരെ പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത്. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. അങ്കമാലിക്കും മുരുങ്ങൂരിനും ഇടയ്ക്കുള്ള പൊങ്ങം എന്ന സ്ഥലത്താണ് വിദ്യാർത്ഥിനികൾക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഇവരെ ഈ സ്റ്റോപ്പിൽ ഇറക്കാതെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഇറക്കുകയായിരുന്നു.
മാനുഷിക പരിഗണന കണക്കിലെടുത്ത് പൊങ്ങത്ത് ബസ് നിർത്തി നൽകണമെന്ന് മറ്റു യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കണ്ടക്ടർ സമ്മതിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് യാത്രക്കാർ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ചു. ഇതിനിടെ മുരിങ്ങൂരിലെത്തിയപ്പോൾ ബസ് നിർത്താമെന്ന് കണ്ടക്ടർ അറിയിച്ചു. എന്നാൽ ഇവിടെ ഇറങ്ങിയാൽ തിരികെ പോകാൻ വഴി പരിചയമില്ലെന്ന് ഇവർ അറിയിച്ചു. തുടർന്ന് ഇവരെ ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ ഇറക്കുകയായിരുന്നു. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. കോണത്തുകുന്ന് പൈങ്ങോട് നിന്ന് കാണാതായ ആളെ പരിസരത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്ങോട് മുഞ്ചേരി 74 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് കല്ലേരിപ്പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി സുബ്രഹ്മണ്യൻ വീട്ടിൽ നിന്നും കാണാതായിട്ട്. മൃതദേഹം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിലെ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ആ അംഗത്തിനു മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. തേക്കിൻകാട് മൈതാനം ഉൾപ്പെടെയുള്ള 24 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.